നല്ല കോരിച്ചൊരിയുന്ന മഴ പെയ്യുന്ന ഈ സന്ധ്യയിൽ ഞാൻ പ്രീതി ചേച്ചി അയച്ചു തന്ന മൂകാംബിക യാത്രയെക്കുറിച്ച് വായിച്ചു. പെട്ടെന്ന് തന്നെ നിങ്ങളോട് പറയണമെന്ന് തോന്നി. അത്രയും മനോഹരമായിട്ടുള്ളൊരു യാത്രാ വിവരണം നമുക്ക് കേട്ടു നോക്കാം. ഹരേ കൃഷ്ണ. കണ്ണനോടൊപ്പം അമ്മ മൂകാംബികയെ കാണാൻ പോയ അനുഭവമാണ്. ഓർമ്മ വെച്ച നാൾ മുതൽ കണ്ണൻ മനസ്സിലുണ്ട്. കോളേജ് പഠനകാലത്ത് ഒരു സഹപാഠിയിൽ നിന്നാണ് അമ്മ മൂകാംബികയെക്കുറിച്ച് അറിയാനിടയായത്. സൗപർണികയെയും ആ സമയത്ത് വീടിൻ്റെ പേര് സൗപർണിക എന്നാക്കിയാലോ എന്ന് വരെ ചിന്തിച്ചു. അന്നേ അതങ്ങനെ മനസ്സിൽ പതിഞ്ഞു. ഞങ്ങളുടെ അമ്മ നാട്ടിലുള്ളവർക്കെല്ലാം പ്രിയപ്പെട്ടവളാണ്. അമ്മ എല്ലാവരോടും സ്നേഹത്തോടെ മാത്രമേ സംസാരിക്കാറുള്ളൂ. ഒരു ദിവസം സന്ധ്യയ്ക്ക് ബാങ്കിൽ ജോലി ചെയ്യുന്ന വീടിനടുത്തുള്ള ചേട്ടനും ഭാര്യയും ധൃതി പിടിച്ച് റോഡിലൂടെ പോകുന്നത് കണ്ടു. വീടിന് മുമ്പിൽ അമ്മയെ കണ്ടപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ മൂകാംബിക പോവാണ്. അമ്മ അവരോട് പോയിട്ട് വരൂ എന്ന് ചിരിയോടെ പറഞ്ഞു. പക്ഷേ അമ്മയുടെ നിറഞ്ഞ കണ്ണുകൾ കണ്ട് എന്തു പറ്റി അമ്മയെന്ന് ചോദിച്ചപ്പോൾ നമുക്ക് ഇതൊന്നും വിധിച്ചിട്ടില്ല എന്ന് സങ്കടത്തോടെ മറുപടി പറഞ്ഞു. കാരണം അക്കാലത്ത് ഒരു കൂലിപ്പണിക്കാരൻ്റെ കുടുംബത്തിന് ആ യാത്ര തികച്ചും അസാധ്യമാണ്. നടക്കാത്ത മോഹമായതുകൊണ്ട് അമ്മ അത് ഉപേക്ഷിച്ചു. അമ്മയ്ക്കന്ന് 48 വയസ്സ്. ഞാനും അതൊരു നടക്കാത്ത സ്വപ്നമായിട്ട് മനസ്സിൽ കൊണ്ടു നടന്നു. MTയുടെ വാനപ്രസ്ഥം വായിച്ച സമയത്ത് മാഷും വിനോദിനിയേക്കാളും ആകർഷിച്ചത് മൂകാംബികയും കുടജാദ്രിയുമാണ്. പിന്നെ അത് തീർത്ഥാടനമെന്ന പേരിൽ സിനിമയാക്കിയപ്പോൾ ആവേശത്തോടെ തിയേറ്ററിൽ പോയി കണ്ടു. അങ്ങനെയെങ്കിലും അമ്മയെ കാണാൻ സാധിച്ചല്ലോ. അതിലെ സിന്ദൂര തിലകാഞ്ചിതേ, സൗപർണിക എന്ന പാട്ടുകൾ എപ്പോഴും പാടി നടന്നു. കാലം കടന്നുപോയി. വിവാഹം കഴിഞ്ഞു. ഒറ്റയ്ക്ക് പോയി കണ്ണനെ കാണാനുള്ള ദൂരത്തിലായി ഏട്ടൻ്റെ വീട്. ഒരിക്കലും നടക്കാത്ത എൻ്റെ സ്വപ്നത്തെക്കുറിച്ച് അദ്ദേഹത്തിനോടും പറഞ്ഞു. അദ്ദേഹം കൈമലർത്തി. കാരണം വീട്ടിലെ സാഹചര്യം തന്നെ. അങ്ങനെ 2023 സെപ്റ്റംബർ 22 ഞങ്ങൾ രണ്ടുപേരും അമ്മ മൂകാംബികയെ കാണാൻ തീരുമാനിച്ചു. ട്രെയിനിൽ പോകാമെന്ന് കരുതിയ ഞങ്ങളോട് ഏട്ടൻ്റെ ബന്ധുവും അദ്ദേഹത്തിൻ്റെ ഭാര്യയും കാറിൽ പോകുന്നുണ്ട്, പോന്നോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ 15 മണിക്കൂർ നേരത്തെ കാർ യാത്രയ്ക്ക് ശേഷം അമ്മയുടെ തിരുമുന്നിലെത്തി. പക്ഷേ നിരാശാജനകമായിരുന്നു ആ യാത്ര. കാരണം അവർക്ക് അതൊരു വിനോദയാത്രയായിട്ടാണ് പോയത്. കുടജാദ്രി, പ്രിയപ്പെട്ട സൗവർണിക, ഇതൊന്നും കാണാൻ പറ്റിയില്ല. നിറഞ്ഞ കണ്ണുകളോടെ തിരിച്ചു പോരുമ്പോൾ അദ്ദേഹം ആശ്വസിപ്പിച്ചു, നമുക്ക് ഇനിയും വരാം. പക്ഷേ എങ്ങനെ? ഇവിടെ വരണമെങ്കിൽ അമ്മ വിളിക്കണം. അതെ, അമ്മ വീണ്ടും വിളിച്ചു. 2024 ഓഗസ്റ്റ് 23 ഞങ്ങൾ രണ്ടുപേരും മാത്രമായി യാത്ര. ടിക്കറ്റ് വെയിറ്റിംഗ് ആയിരുന്നു. അതൊരു ടെൻഷൻ. അപ്പോഴാണ് അടുത്ത തടസ്സം. എല്ലാം കണ്ണൻ്റെ ലീലകൾ, അല്ലാതെന്തു പറയാം. 20-ാം തീയതി സ്റ്റെപ്പിൽ നിന്ന് വീണ് കാലിന് പരിക്ക് പറ്റി. കാലിൻ്റെ വേദനയേക്കാൾ അമ്മയെ കാണാൻ എങ്ങനെ പോകുമെന്ന സങ്കടമായിരുന്നു. കേൾക്കുന്നവരൊക്കെ കളിയാക്കി, കൂടെ ഓഫീസിലുള്ളവരും. കാരണം 5 മാസങ്ങൾക്ക് മുമ്പ് ഇതുപോലെ വീണ് ഇടതുകാൽ പ്ലാസ്റ്റർ ഇട്ടതേയുള്ളൂ. നിനക്കെപ്പോഴും വീഴ്ച തന്നെയാണല്ലോ. കണ്ണൻ്റെ പാദത്തിൽ പിടിച്ചു കരഞ്ഞു പറഞ്ഞു, എല്ലാം അറിയുന്ന നീ എന്തിനാ എങ്ങനെയൊക്കെ? എല്ലാവരും കളിയാക്കുന്നത് കണ്ടില്ലേ? ശാന്തമായ കണ്ണുകളോടെ, മുഖത്ത് പതിവിൽ കവിഞ്ഞ ഗൗരവം. ഉടനെ വന്നു മറുപടി, ഇന്നുവരെ നിന്നെ വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിന് വ്യക്തമായ കാരണമുണ്ട്. നിന്റെ നന്മ മാത്രമേ ഉദ്ദേശിച്ചിട്ടുള്ളൂ. ഒരു ദിവസം ഫുൾ റെസ്റ്റ് എടുത്തു. പ്ലാസ്റ്റർ ഇട്ട സമയത്തെ മരുന്നുകൾ ബാക്കിയിരിപ്പുണ്ട്, അത് കഴിച്ചു. ബാൻഡേജ് ചുറ്റി. നിനക്ക് പോകാൻ പറ്റുമോ? ഏട്ടൻ ചോദിച്ചു. പിറ്റേ ദിവസം ഗുരുവായൂരിൽ കല്യാണമുണ്ട്, അതിന് പോകട്ടെ, എന്നിട്ട് നോക്കാം. പിറ്റേന്ന് ഗുരുവായൂർ പോയി. ദീപസ്തംഭത്തിന് മുന്നിൽ നിന്ന് തൊഴുതു. ഉള്ളിൽ കയറിയില്ല. കാലിൽ ബാൻഡേജ് ഉണ്ടല്ലോ. കല്യാണത്തിന് പോയി. തിരിച്ചു വരുമ്പോൾ കാലിന് യാതൊരു കുഴപ്പവുമില്ല. അന്ന് വൈകിട്ട് വിജിലൻസിൽ നിന്ന് ഒരു ഫോൺ വന്നു. ഓഫീസിലെ ഫയലുകളെ സംബന്ധിച്ച്. സൗമ്യമായിട്ടാണ് അവർ സംസാരിച്ചത്. കൃത്യമായ മറുപടിയും നൽകി. അല്പനേരം കഴിഞ്ഞപ്പോൾ ഓഫീസിൽ നിന്നും ഫോൺ വന്നു. ഓഫീസിൽ വിജിലൻസ് പരിശോധനയുണ്ടായി. ആകെ പ്രശ്നമാണ്. ന്യൂസ് ചാനലിൽ കാണിക്കുന്നുണ്ട് എന്നൊക്കെ. നീ വരാഞ്ഞത് നന്നായി. നിനക്ക് ഈശ്വരാനുഗ്രഹമുണ്ട്. നിന്റെ കാലിന് പരിക്ക് പറ്റിയത് നന്നായി. അല്ലെങ്കിൽ അവരുടെ ചോദ്യത്തിന് ഉത്തരം പറയേണ്ടി വന്നേനെ എന്ന്. അവിടുന്ന് അങ്ങോട്ട് ഫോൺ കോളിൻ്റെ ഘോഷയാത്രയായിരുന്നു. എല്ലാവരും പരിക്ക് പറ്റിയത് നന്നായി എന്ന അഭിപ്രായമായിരുന്നു. എനിക്ക് കാര്യം മനസ്സിലായി. കണ്ണൻ എന്തിനാ എന്നെ വീഴ്ത്തിയതെന്ന്. ഞാൻ എന്തു പറയാൻ? ഓടി വന്ന് കണ്ണൻ്റെ പാദത്തിൽ പിടിച്ചു കരഞ്ഞു പറഞ്ഞു, ഇത്രയും സ്നേഹം എന്നോടുണ്ടോ കണ്ണ? വലിയ അപമാനത്തിൽ നിന്നല്ലേ എന്നെ രക്ഷിച്ചത്. നാളെ രാവിലെ തന്നെ എല്ലാം പാക്ക് ചെയ്തോളൂ. ടിക്കറ്റ് വൈകിട്ട് കൺഫേം ആവും. ആ നേരത്ത് നിനക്ക് എല്ലാ ബുദ്ധിമുട്ടാവും. ഇതായിരുന്നു അതിനുള്ള കണ്ണൻ്റെ മറുപടി. അങ്ങനെ വീണ്ടും അമ്മയുടെ മടിത്തട്ടിലേക്ക്. കണ്ണൻ്റെ കാരുണ്യത്താൽ കാവൽ ദുർഗയായ മസ്തിയമ്മ, പ്രിയപ്പെട്ട സൗവർണിക, ഗുരുവായൂരപ്പൻ സന്നിധാനം, സന്താന ഗോപാലകൃഷ്ണൻ, ഇവിടെയൊക്കെ പോയി. കുടജാദ്രി മാത്രം ബാക്കി. വീണ്ടും അമ്മ സ്നേഹത്തോടെ വിളിച്ചിരിക്കുന്നു. കഴിഞ്ഞ 9-ാം തീയതി 8 പേരടങ്ങുന്ന ഞങ്ങളുടെ കുടുംബം അമ്മ മൂകാംബികയെ കാണാൻ പോയി. ഇപ്രാവശ്യം നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം 70 വയസ്സായ ഞങ്ങളുടെ അമ്മയും കൂടെയുണ്ട്. വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ കണ്ണൻ്റെ പാദത്തിൽ തൊട്ട് പറഞ്ഞു, കണ്ണാ, അമ്മയെ ഈ പാദത്തിൽ സമർപ്പിക്കുകയാണ്. ഒരാപത്തും കൂടാതെ തിരിച്ചെത്തിക്കണേ. ഒരു സ്റ്റെപ്പ് പോലും കയറാൻ പറ്റാത്ത ആളാണ്. നിന്റെ ആടിയ എണ്ണ മാത്രമാണ് ആശ്രയം. ട്രെയിൻ 1.5 മണിക്കൂർ ലേറ്റായിട്ടാണ് അവിടെ എത്തിയത്. റെയിൽവേയെ പഴിച്ചു. പക്ഷേ അതും അവിടുത്തെ നിശ്ചയം. കാരണം ആ തിരുമുറ്റത്ത് എത്തിയപ്പോൾ ജനസാഗരത്തിലൂടെ ആദ്യം കണ്ട കാഴ്ച അമ്മയെ ശിരസിലേറ്റി
പട്ടുകുട ചൂടിയുള്ള പ്രദക്ഷിണം. നോക്കമ്മേ, അമ്മയെ കാണാനും സ്വീകരിക്കാനും സാക്ഷാൽ ജഗദംബിക പുറത്തേക്ക് എഴുന്നള്ളി വരുന്നു. ഞാൻ പറഞ്ഞു. അമ്മയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അത് കഴിഞ്ഞ് ഉള്ളിൽ കയറി നന്നായി തൊഴുതു. നമ്മുടെ ഗ്രൂപ്പിലെ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചു. പ്രത്യേകിച്ച് സരളമ്മയ്ക്കും ഉഷാമ്മയ്ക്കും വേണ്ടി. അന്നദാനം കഴിച്ചു. വൈകിട്ട് ദീപാരാധന തൊഴുതു. ദീപസ്തംഭത്തിൽ വിളക്കു തെളിയിക്കുന്നത് അതിമനോഹരമായ കാഴ്ചയാണ്. 2 പ്രാവശ്യം പോയപ്പോഴും കാണാൻ പറ്റിയില്ല, മഴ കാരണം. മസ്തിയമ്മയെ തൊഴുതു. സൗവർണികയിൽ പോയി. പിന്നെ അമ്മയുടെ വെള്ളിപ്പല്ലക്കിലുള്ള പ്രദക്ഷിണം, സ്വർണ്ണരഥത്തിലുള്ള അമ്മയുടെ പൂജ, ഇതെല്ലാം കാണാൻ പറ്റി. കഷായം സേവിച്ചു. പുലർച്ചെ അമ്മയെ വീണ്ടും തൊഴുതു. എല്ലാം കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ ഞങ്ങളുടെ തൊട്ടു മുന്നിലൊരു കൃഷ്ണപ്പരുന്ത് പറന്നു വന്നു. എല്ലാം ശുഭമായില്ലേ, നിനക്ക് സന്തോഷമായില്ലേ എന്ന അർത്ഥത്തിൽ. തിരിച്ച് സ്റ്റേഷനിൽ പോയപ്പോൾ അവിടെ 2 കൃഷ്ണപ്പരുന്തുകൾ താഴെ വന്ന് വട്ടമിട്ട് പറക്കുന്നു. ഞാൻ എല്ലാവർക്കും കാണിച്ചു കൊടുത്തു. സ്റ്റേഷനിൽ തിളയ്ക്കുന്ന വെയിലാണ്. ട്രെയിൻ വന്നു നിൽക്കുന്ന സമയം ചിലപ്പോൾ കോച്ച് പൊസിഷൻ കറക്റ്റ് ആവാറില്ല. ആ പൊരിവെയിലത്ത് അമ്മയെ ഓടിക്കല്ലേ കണ്ണ എന്ന് പറഞ്ഞ ഉടനെ ഒരു കൃഷ്ണപ്പരുന്ത് വന്ന് ഞങ്ങൾ കയറേണ്ട കമ്പാർട്ട്മെൻറ്റിൻ്റെ തൊട്ട് മുകളിൽ വട്ടമിട്ട് പറന്നു. ട്രെയിൻ നിന്നപ്പോൾ കറക്റ്റ് അമ്മയുടെ മുന്നിൽ തന്നെ വാതിൽ. എനിക്കപ്പോൾ തോന്നിയത് ഗരുഡവാഹനായി ഭഗവാൻ വന്നതായിട്ടാണ്. ഒരു സ്റ്റെപ്പ് പോലും കയറാൻ പറ്റാത്ത ഞങ്ങളുടെ അമ്മ എത്രയോ സ്റ്റെപ്പുകൾ കയറി. റൂമിൽ ഓരോ പ്രാവശ്യം വന്നു പോകുമ്പോഴും കണ്ണൻ്റെ ആടിയ എണ്ണ പുരട്ടി. അമ്മ ലിഫ്റ്റിൽ കയറാറില്ല, ഇയർ ബാലൻസ് ഉണ്ട്, അപ്പോൾ തലകറങ്ങും. അങ്ങനെയുള്ള അമ്മ ഈ യാത്രയിൽ 10 പ്രാവശ്യത്തിൽ കൂടുതൽ ലിഫ്റ്റിൽ കയറി. ഒരു കുഴപ്പവും ഉണ്ടായില്ല. വയറിന് അസുഖമുള്ള അമ്മയ്ക്ക് അതും പ്രശ്നമായില്ല. ഞങ്ങളുടെ അച്ഛൻ പറയാറുണ്ട്, അച്ഛനും അമ്മയും മരിച്ചു കഴിഞ്ഞിട്ടല്ല, ജീവിച്ചിരിക്കുമ്പോൾ അവരെ സന്തോഷിപ്പിക്കുക, അവരുടെ ആഗ്രഹം നടത്തിക്കൊടുക്കുക എന്ന്. അച്ഛൻ ഇന്ന് ഞങ്ങളെ വിട്ടുപോയി, പക്ഷെ ആ വാക്കുകൾ എപ്പോഴും മനസ്സിലുണ്ട്. 48-ാം വയസ്സിൽ ഉപേക്ഷിച്ച അമ്മയുടെ ആഗ്രഹം കണ്ണൻ്റെയും അമ്മ മൂകാംബികയുടെയും അനുഗ്രഹത്താൽ 70-ാം വയസ്സിൽ സാധിച്ചു. കൂടെ നമ്മുടെ ഗ്രൂപ്പിലുള്ളവരുടെ നിസ്വാർത്ഥമായ പ്രാർത്ഥനയും. മാതൃദിനത്തിൽ ഞങ്ങളുടെ അമ്മയ്ക്ക് ലഭിച്ച ഏറ്റവും വലിയ അനുഗ്രഹമാണ് ഈ മൂകാംബിക യാത്ര. ശ്രീ ഗുരുവായൂരപ്പ ശരണം. സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു. ഹരേ കൃഷ്ണ.